ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം എന്തേ നമ്മുടെ ഈ തോട്ടത്തിലോട്ടും ഈ പന്തലിലോട്ടും ഒക്കെ നോക്കുമ്പോൾ കണ്ടോ നല്ലൊരു വെളിച്ചം തോന്നുന്നില്ലേ? ഇതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ പറയാവേ. ഇപ്പം ഈ തോട്ടത്തിൽ ആ ഒരു ഭാഗത്ത് അങ്ങോട്ട് കാണിച്ച ശിവ, ആ ഒരു ഭാഗത്ത്, അതുപോലെ ദേ ഇവിടെ ഈ മേളി കണ്ടോ, ഈ മേളിൽ, പിന്നെ അങ്ങേ സൈഡിൽ ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് നിത്യവഴുതന ഇങ്ങനെ കാട് പോലെ വളർന്നിരിക്കുമായിരുന്നേ. നിത്യവഴുതനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ തണ്ടയിലെല്ലാം ഇങ്ങനെ മുള്ളു പോലെയാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, അവർ വളർന്നു കയറി പന്തലിലോട്ട് പടരുമ്പം പന്തലിനെ ഇങ്ങനെ ഞെക്കി ചേർത്ത് പിടിക്കും, ചുറ്റി കെട്ടി, അങ്ങനെയാണ് വളർന്നു വരുന്നത്. അങ്ങനെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ താഴേക്ക് കിടക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകും. നമ്മളിതൊന്ന് അഴിച്ചു വിടണമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ ഭയങ്കര പ്രയാസം. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എൻ്റെ പണിയാണ്. ഈ ഭാഗത്തുനിന്ന് കുറേയൊക്കെ, എന്നാലും ഇനിയുണ്ട്, അതിൻ്റെ അംശങ്ങളൊക്കെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ട്. ആദ്യമേ ഞാനതിൻ്റെ ചുവടങ്ങ് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് വാടിയത് നോക്കി പറിച്ച് കളയുവാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഒഴിവാക്കി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നിത്യവഴുതനയുടെ കൃഷി ടെറസിൽ നിർത്തുക. ഞാൻ പാഠം പഠിച്ചു ശരിക്കും. അതാണ് അതിൻ്റെ കാരണം. ഇനി ഇത് കണ്ടോ, നമ്മുടെ ബന്ദിയാണേ. ദേ ഓണത്തിനുള്ള പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. മാത്രമല്ല ഇതിന് നല്ല വാസനയാട്ടോ. ശിവ ഇതൊന്ന് നോക്കിയാൽ, ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്ന ശിവനാണേ. ശിവ ഒന്ന് ഹായ് പറഞ്ഞേ. ഹായ് കാണിച്ചേ. ആ സൂപ്പർ. അപ്പോൾ ദേ കണ്ടോ, ഇത് ഓറഞ്ച് കളറിലുള്ള ബന്ദിയാണേ. ശിവ ഇത് എന്നാ നിനക്ക് അറിയാമായിരുന്നത്? ഈ പൂവ് ഡെയ്സി. ഇത് ബന്ദിയാണ്. ഇത് ഓറഞ്ച് കളറാണേ. ഇത് വിരിഞ്ഞ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഓണം ആകുമ്പോഴത്തേക്കിന് ഇതേലൊരു കുറച്ചൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ദേ ഇവിടെ ഒരു 1-2 ചുവടുണ്ട്. ഇത് കൂടാതെ ഞാൻ വേറെ കാണിക്കാം. ഇത് ഓറഞ്ച് അല്ലേ, ഇത് മഞ്ഞ കാണിക്കാം. ഇത് നമ്മുടെ ആഫ്രിക്കൻ ബന്ദി, നമ്മളിവിടെ കൊടുത്ത ആഫ്രിക്കൻ ബന്ദിയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണേ. കാണാവോ? ഇത് വിരിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് മഞ്ഞ നിറത്തിലുള്ളതാണേ. സാലഡ് കുക്കുംബറിൻ്റെ ചെടിയാണേ. ഇത് കണ്ടോ, ചെറിയ കായ ഉണ്ടാകുമ്പോൾ തന്നെ മുള്ളുണ്ടാകുന്നുണ്ട്. ആരൊക്കെയോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സാലഡ് കുക്കുംബറിൻ്റെ ചെടി കായകളുണ്ടാവും, ചെറിയ കായകൾക്ക് മുകളിൽ മുള്ളുണ്ടോ, ഈ മുള്ള് മുഴുവനും അടന്നു പോകും പാകമാകുമ്പോഴത്തേക്കിന് കേട്ടോ. അതുപോലെ ദേ ഇവിടെയുണ്ട്. ഇത് ഞാൻ ഇതിന് മുന്നേ ഇതേ സാലഡ് കുക്കുംബറേന്ന് തന്നെ സാലഡ് കുക്കുംബർ വിളവെടുത്തതാണേ. അപ്പോൾ വിളവെടുത്തത് കാണിച്ചപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിന് നിങ്ങൾ എന്ത് വളമാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ വളപ്രയോഗം അടുത്ത വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മൾ നല്ല കൃത്യമായിട്ട് ഒരു സാലഡ് കുക്കുംബറിൻ്റെ വിത്ത് പാകി മുളപ്പിക്കുമ്പം മുതൽ വിളവെടുക്കുന്നതും വരെയുള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയും അധികം ആൾക്കാരത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം സാലഡ് കുക്കുംബറിനെ കുറിച്ചോ പാവലിനെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ സാലഡ് കുക്കുംബർ എന്ന് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും. ചില്ലി ജാസ്മിൻ ഉള്ളിക്കൃഷി അല്ലെങ്കിൽ പാവൽ കൃഷി ചില്ലി ജാസ്മിൻ എന്നടിച്ചാൽ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. പിന്നെ ഒരു കാര്യമാണേ, അന്ന് നമ്മൾ സാലഡ് കുക്കുംബർ വിളവെടുത്തതിന് ശേഷമാണ് പിന്നെ പുതിയ കായ്കൾ ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും സാലഡ് കുക്കുംബറിൽ കായ്കൾ ഉണ്ടായാൽ വിളവ് അധികമാകുന്നിടം വരെ നിർത്തിക്കൊണ്ടിരിക്കരുത്. അതെടുത്ത് മാറ്റി കഴിയുമ്പോഴാണ് പുതിയ കായ്കൾ ഉണ്ടായി തുടങ്ങുന്നത്. ഇപ്പോൾ ഇതേ തന്നെ പലയിടത്തും പൂക്കളും കായ് പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പറിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഇതിന് എന്നാണ് നിങ്ങൾ വളം കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ വലുതായ ചെടിക്ക് കൊടുക്കുന്ന വളം ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ കൂടെ പോരെ, വാ. ഇത് കണ്ടോ, ഈ പാത്രത്തിനകത്ത് ഞാൻ പകുതി ഭാഗം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. കണ്ടോ ഇരിക്കുന്നത്. നമ്മൾ എടുക്കാതിരിക്കുമ്പം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ എടുക്കാൻ നേരം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം ജൈവ സ്ലറി ഉണ്ടാക്കി വെക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് ജൈവ സ്ലറിയെക്കുറിച്ചൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ജൈവ സ്ലറി എത്ര നാൾ ഉപയോഗിക്കാറുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണേ. കണ്ടോ, ഇത് ഞാൻ കരിയിലയൊക്കെ ഇട്ട് വീണ്ടും ഓരോ പ്രാവശ്യവും വളം കൊടുത്തു കഴിയുമ്പം മണ്ണിട്ട് മൂടുന്നതാണേ. ഇനിയിപ്പോൾ ഇത് ഈ സാലഡ് കുക്കുംബർ എന്നൊന്നും പറഞ്ഞാൽ വർഷങ്ങളോളം വിള തരുന്നൊരു സാധനമൊന്നുമല്ല.
ഒരു 3 മാസം അല്ലേ 4 മാസം കൂടിപ്പോയാൽ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദേ ഈ പിണ്ണാക്ക് പുളിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറി ആണ് ഇതിന് കൊടുക്കുന്നത്. അത് നമ്മൾ ഓരോ ആഴ്ചയും കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നല്ല വിളവ് തരും, ഒരു 3 മാസമൊക്കെ വരെ. ഇനി ഇതിലും ചെറിയ തൈകളാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. വാ, ഇത് നമ്മൾ പാകി കിളിപ്പിച്ച് വളർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാലഡ് കുക്കുമ്പറാണ്. പൂക്കളൊന്നും അങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടൊന്നുമില്ല, അതിന് മുമ്പുള്ള ഒരവസ്ഥയാണ്. അപ്പം ദേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പടർന്നു പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു വള്ളിയിലോട്ടോ വല്ലതും ചുറ്റി കൊടുത്തോണം. ഇതൊരു പാവലിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ വിളവൊക്കെ തീർന്നതാണ്. അപ്പോൾ അതേക്കൂടെ അങ്ങോട്ട് പിടിച്ചവർക്ക് മേളിലോട്ട് കയറിപ്പോകാം. അപ്പോൾ ഈ പാവലും ഇത് കണ്ടോ, ഇതും ഒരു സാലഡ് കുക്കുമ്പറാണേ. വള്ളിയിലൊക്കെ അവർ ചേർത്ത് പിടിച്ചൊക്കെയാണ് വരുന്നത്. നമ്മളൊന്ന് ഇതുപോലെ ചുറ്റി കൊടുത്തേച്ചാൽ മതി, അവരിങ്ങനെ അങ്ങ് മേളിലോട്ട് പൊക്കോളും. അതുപോലെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു മത്തയുടെ തൈയാണേ. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പം നമ്മളിതുപോലെ കയറി പന്തലയിലോട്ട് കയറ്റി വിട്ടേച്ചാൽ മതി. അങ്ങനെ കയറിപ്പോയിരിക്കുന്ന അവരൊക്കെ അവിടം വരെ കണ്ടോ. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളം എന്നാണെന്നറിയോ, ഞാൻ കാണിച്ചു തരാവേ. ഈ പാത്രത്തിലുണ്ടല്ലോ നമ്മുടെ മണ്ണില്ലേ, നമ്മുടെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണേ. അത് നമുക്ക് കുറച്ചിങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. ഇവിടെ ഈ കണ്ടമാനം മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ മൂടി വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ കൂടെയും വെള്ളം വീഴും കേട്ടോ. അതുകൊണ്ട് ഇതൊരു ചെറിയ നനവോടെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് മണ്ണ് ഞാൻ ഈ കൊട്ടയ്ക്കകത്തോട്ട് കോരി എടുത്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഈ മണ്ണിലോട്ട് ഞാൻ ഇടുന്നത് ദേ ഇത്രയും ജൈവ വളമാണേ. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ജൈവവളമാണ്. ഇതിനകത്ത് എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കിൻ്റെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ജൈവവളമാണേ. അത് ഞാൻ ദേ ഇതുപോലെ മണ്ണുമായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കും കേട്ടോ. കണ്ടോ, നല്ലോണം ഇളക്കിയെടുക്കണം. എവിടെയെങ്കിലും ഈ വളത്തിൻ്റെ അളവ് കൂടിപ്പോകാനായിട്ട് പാടില്ല. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം നമ്മൾ വളം കൂട്ടി വെച്ചിട്ട് ഇടാൻ വന്നതാണേ. അപ്പോൾ ദേ ഇതുപോലെ വരുന്ന ശിഖരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് മുറിച്ച് കളഞ്ഞേക്കണം കേട്ടോ. അതുപോലെ ചുവട് ഭാഗത്തുള്ള ആദ്യ സമയത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ഇലകളും മുറിച്ച് അതിപ്പം ചുറ്റിക്കെട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുവട് ഭാഗത്തൊക്കെയുള്ള ഇലകളൊക്കെ ഞാൻ മുറിച്ച് കളയുവാണ്. ഒരു കാരണവശാലും ചെറിയ പ്രായത്തിൽ അവർക്ക് ശിഖരങ്ങൾ വളരാനായിട്ട് അനുവദിക്കരുത്. കുറച്ച് വലുതായി പടരാൻ തുടങ്ങിയതിന് ശേഷമേ ഈ ഇതുപോലെ ബ്രാഞ്ച് വളരാനായിട്ട് അനുവദിക്കാവുള്ളൂ കേട്ടോ. മത്തയ്ക്കായാലും കുമ്പളത്തിനായാലും, കുമ്പളത്തിനൊക്കെ നമ്മൾ പറയുന്നത് 18 ഇലയാകുമ്പം അതിൻ്റെ നാമ്പ് നുള്ളണം എന്നാണ് കേട്ടോ. 18 ഇലയാകുമ്പോൾ നാമ്പ് നുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ശിഖരങ്ങൾ വരും. ശിഖരത്തേലാണ് കായ്കളുണ്ടാകുന്നത്. ഇതുപോലെ വെച്ചിരിക്കുന്നതില്ലേ, ഈ വളം ചെടിയുടെ ചോട്ടിലോട്ട് കണ്ടോ ഇതുപോലെ അങ്ങോട്ട് കോരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ദേ ഇപ്പുറത്ത് നിൽക്കുന്നത് പാവലാണേ, അവർക്കും ഒരു ശകലം കൊടുത്തു. അതുപോലെ കണ്ടോ, ഇനി ദേ ഇതിൻ്റെ ചോട്ടിൽ കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയവർക്ക്, വലിയവർക്ക് ഇനി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടെ നല്ലോണം നേർപ്പിച്ച് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. ജൈവ സ്ലറി എല്ലാ അളവിലുള്ള ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. എല്ലാ പ്രായത്തിലും, തീരെ കുഞ്ഞുങ്ങളല്ലാത്ത എല്ലാ പ്രായത്തിലും നമുക്ക് വളരാൻ തുടങ്ങിയാൽ കൊടുക്കാം. നല്ലോണം നേർപ്പിച്ച് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ചെടിയുടെ ആരോഗ്യം അനുസരിച്ചാണ്. നല്ല ആരോഗ്യവും വളർച്ചയൊക്കെയുള്ള വലിയ ചെടിയാണെങ്കിൽ ഒരു 3 ഇരട്ടിയോ ഒക്കെ 4 ഇരട്ടിയോ ഡയലൂട്ട് ചെയ്താൽ മതി. അതിനേക്കാളും ആണെങ്കിൽ കുഞ്ഞു ചെടികളാണെങ്കിൽ 5 ഇരട്ടിയോ 6 ഇരട്ടിയോ ഒക്കെ നേർപ്പിച്ചിട്ട് ചെടിയുടെ ചോട്ടിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ചെടിയുടെ ചോട്ടിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. ഭയങ്കര കൊഴുപ്പിച്ചാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചെടിയുടെ ചോട്ടിൽ അത് ഉണങ്ങിപ്പിടിച്ച പോലെ പാട പോലെ കിടക്കും. അപ്പം സൂര്യപ്രകാശം കിടക്കാതെ വരും, വായു സഞ്ചാരം ഇല്ലാതെ വരും. അങ്ങനെ ചെടികൾ അഴുകിപ്പോകാൻ, വേരൊക്കെ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജൈവ സ്ലറി കൊടുക്കുന്നത് വളരെ നേർപ്പിച്ച് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുറേ തൈകളാണേ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണേ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് പോലും നമുക്കറിയത്തില്ല. നമുക്കങ്ങ് കുഴിച്ചു വെക്കാം. അതിൻ്റെ കൂടെ ഇത് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കോളിഫ്ലവറിൻ്റെ തൈയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ ഇത് ഈ നൂല് പോലെ വരുന്നത് കണ്ടോ, ഇത് ആരോഗ്യം കുറഞ്ഞ കുഞ്ഞു തൈയാണ്. അത് എന്നാടാ അതിൻ്റെ പേര്, ബ്രൊക്കോളി. ഇത് ബ്രൊക്കോളി ആണെന്ന് തോന്നുന്നു. ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇതൊരു 2-3 എണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ. 3 6 തൈയുണ്ട്. അപ്പോൾ നമുക്കിവരെ അങ്ങ് നട്ടു വെക്കാവേ. ആദ്യം ഞാൻ ഇതിനകത്തുനിന്ന് ഇത്രയും തൈകൾ എടുക്കുവാണേ.
ഈ പാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നൊരു പൊട്ടിപ്പൊളിഞ്ഞ പാത്രമില്ലേ, അത് അതിനകത്തെ മണ്ണ് മാറ്റുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ പാത്രമാണ്. അപ്പോൾ അതിനകത്തൊരു തക്കാളി നിപ്പുണ്ടായിരുന്നു, അത് കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ അതിനകത്തോട്ട് നട്ടുവെച്ചെന്ന് പറഞ്ഞാൽ അതേ കുറച്ച് കായ്കളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറിച്ചു മാറ്റലും വീണ്ടും നടലും നടത്തിയപ്പം കായെല്ലാം പറഞ്ഞു പോയി. അപ്പോൾ ഇനി നമ്മൾ അതിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം ഞാൻ അതിനകത്തോട്ട് ഈ തൈകളെ നടാൻ പോവുകയാണേ. ഇതിൻ്റെ നിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ചൈനീസ് കാബേജ് ആണെന്നാണേ. അപ്പം ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇത് ഞാൻ അന്നേരം വളമൊക്കെ ചേർത്ത് തന്നെയാണ്, നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ ഇവിടെ മണ്ണ് നിറച്ചൊക്കെ ചെടി നടുന്നെന്ന്. ഓരോ തൈ എടുത്തിട്ട് ഒത്തിരി താക്കാനില്ല കേട്ടോ, കാരണം മണ്ണങ്ങോട്ട് ചേർന്ന് നിന്നാലേ കീടങ്ങൾ അവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യും. എപ്പോഴും ഈ ചൈനീസ് കാബേജൊക്കെ പോലത്തെ ചെടികളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒച്ചാണേ. അപ്പം ഒച്ചുകളെ ഇല്ലാതാക്കാനുള്ള പണി എന്നാണോ അത് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ നട്ടുവെക്കാൻ. അപ്പം ഞാനിതിനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ഇച്ചിരി മണ്ണങ്ങോട്ട് മാറ്റിയിട്ട്, ഇത് നല്ല ഇളക്കമുള്ള മണ്ണാണല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം നിറച്ചതല്ലേ. അപ്പം നല്ല ഇളക്കമുള്ള മണ്ണാണ്. എന്നിട്ടിതേ ഇതുപോലെ പറ്റുന്നത്ര പേരെ, ഇതിനകത്തൊരു 6 പേരെ നടാം കേട്ടോ. മറ്റേ ആ സൈഡിലും 3 പേര്, ഈ സൈഡിലും 3 പേരെ വെച്ചിട്ട് നടാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കണക്കൊപ്പിച്ചാന്ന് തോന്നുന്നു കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇത് 6 എണ്ണം ഉള്ളൂ ശരിക്കും. ഇവിടെ ഒരു 6 എണ്ണം നടാം. അപ്പം ഞാനിത് അതാത് സ്ഥലത്തോട്ട് വെക്കുവാണേ. നിങ്ങളെ ഞാൻ കാണിച്ചല്ലോ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കിയിട്ടങ്ങ് വെക്കുക. ഇനി നമുക്ക് മണ്ണ് അതിൻ്റെ ചോട്ടിലോട്ട് വീണ്ടും വളരുന്നതിനനുസരിച്ച് മണ്ണും വളവും കൂടെ ചേർത്ത് കൊടുക്കാവേ കേട്ടോ. ഞാനത് മണ്ണിട്ട് മൂടുന്നു മാത്രമല്ലേ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇത് നമ്മുടെ കുറ്റി അമരയാണേ. ഇപ്പം എന്തേ മഴ നിന്നപ്പം കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ദേ ഇങ്ങനെ ചാഞ്ഞ്, ഇവിടെയൊക്കെ പന്തലായിരുന്നല്ലോ നിത്യവഴുതനയുടെ. അപ്പം ഞാൻ അതെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പം അതുണ്ടായിരുന്നപ്പോൾ ഇവർ വെയിലിന് വേണ്ടി വന്നതാണേ. അപ്പം ഞാൻ ഇതുപോലൊരു സപ്പോർട്ട് കൊടുത്തവരെ ഇങ്ങോട്ടാക്കി തന്നെ നിർത്തുവാണേ. അല്ലെങ്കിൽ നമ്മളിതിന് ഇടവഴി കയറി പോകുമ്പോഴേ ഇതൊക്കെ അങ്ങ് ഒടിഞ്ഞു പോകും. ഈ പാത്രത്തിനകത്തൊക്കെ ഞാൻ ഇന്നലെ മണ്ണ് മാറ്റി വെച്ചിരിക്കുവാണേ. ഇതിനകത്തെ മാറ്റിയിട്ടില്ല, ബാക്കി കുറച്ചെണ്ണത്തിനകത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ടൊക്കെ ഇത് കുമ്മായ ഇട്ട് വെച്ചതാണേ. അപ്പം ഞാൻ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിനകത്തോട്ട് മുളകിൻ്റെ തൈ നടുവാണേ. അപ്പം ഞാനൊരു 2 മുളകിൻ്റെ തൈ ഒരുമിച്ച് നടാം. 2 അല്ല 3 എണ്ണത്തിൻ്റെ നടാവേ. ചിലപ്പോൾ ഇതിനകത്തൊക്കെ നട്ടാലേ ഈ ഇല വെട്ടിക്കളയുന്ന വിട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് വെട്ടിക്കളയും. അപ്പോൾ 2 എണ്ണം കുമ്മായ വിടുന്നത് ഇതിനകത്തെ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ശിവൻ ചോദിക്കുമായിരുന്നു എന്തിനാ കുമ്മായ വിടുന്നത്. അപ്പോൾ ഇതിനകത്തുമൊക്കെ ഇതുപോലെ മണ്ണ് പുതിയതായിട്ട് നിറച്ചതാണേ. ഇതിൽ ഞാൻ ഇതിനകത്ത് നടാൻ പോകുന്നു കേട്ടോ. മറ്റേ അവിടെ നിന്നോട്ടെ. ഇപ്പം നട്ടത് നമ്മൾ ഇതിനകത്തുനിന്നല്ലേ. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ശകലം വലിപ്പം വെച്ച, അതായത് തണ്ട് കുറച്ച് വലുതായ മുളകിൻ്റെ തൈ എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കുക. അപ്പം മുളക് വഴുതനയൊക്കെ നടുമ്പം അതിൻ്റെ ചൂട് വരെ മാത്രം മണ്ണിനകത്ത് നിന്നാൽ മതിയേ. ഇപ്പം നിങ്ങൾ ഓർക്കും നമ്മൾ സാധാരണ ഗ്രോ ബാഗ് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ പകുതി നിറക്കണമെന്നല്ലേ പറയാറ്. ഇപ്പം ഇതിനകത്ത് ഇവിടെ വരെ മണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ അടിയിലെ ചപ്പും ചവറും, ഇത് ഇവിടുന്ന് ഞാൻ ആ നിത്യവഴുതനയുടെ സാധനമൊക്കെ വെട്ടിയില്ലേ, അതുപോലത്തെ സാധനം എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ ഉണങ്ങിയ ഇല ഇട്ടിട്ട് അതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന മണ്ണാണ്. അപ്പം വെള്ളം കുറേ ദിവസങ്ങൾ നമ്മൾ ഒഴിച്ചു കഴിയുമ്പം നല്ലോണം ഇരുത്തം വരും. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് ഞാൻ മുമ്പേ നമ്മുടെ സാലഡ് കുക്കുമ്പറിന് വളം ഇട്ട് കൊടുക്കുന്ന കാണിച്ചില്ലേ, വളവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നടാൻ പേടി, അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാലേ എല്ലാം പോവും. മുളകിൻ്റെ ഇല ആദ്യം പഴുത്തു പോകും, പിന്നെ തണ്ട് പഴുക്കും, അങ്ങനെ അവരങ്ങ് പോകും പെട്ടെന്ന്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ ഒരു സമയം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെയിലും വിട്ടമൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല. നിന്ന നിപ്പി ന്യൂനമർദ്ദവും മഴയൊക്കെ വരും. ഇത് നമ്മുടെ ബട്ടർനട്ടിൻ്റെ ചെടികളാണേ. കണ്ടോ, ഇവിടെ നട്ട് ചെറുതായിട്ട് അവർ വളർന്നു തുടങ്ങുമ്പോൾ തന്നെ പൂവിടാനുള്ള ഒരുക്കം കൂടെയാണ്. അപ്പോൾ അതിങ്ങനെ മണ്ണിക്കൂടെ പടർന്നാലുണ്ടല്ലോ പെട്ടെന്ന് കീടങ്ങളൊക്കെ പിടിക്കും. അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ അല്ലാതെ ശകരം കുത്തി കൊടുക്കാനും അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ലേ. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതുപോലൊരു ഇവിടെ നെറ്റടിച്ചിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ഇവിടുന്നൊരു വള്ളി അങ്ങോട്ട് കെട്ടിക്കൊടുക്കുവാണേ. കണ്ടോ, എന്നിട്ട് ഇതേലോട്ടൊരു ചെറിയ കമ്പ് വല്ലതും കെട്ടിക്കൊടുക്കണം. അപ്പോൾ എവിടം വരെയാണ് താഴേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ കമ്പ് കെട്ടിക്കൊടുക്കേണ്ടത് കേട്ടോ. കൂടുതൽ കയറുണ്ടെങ്കിൽ കൂടുതൽ ചുറ്റിയിട്ട് കൊടുക്കാം. എനിക്കിവിടെ കയറ് കുറവായ കാരണം ഞാൻ അങ്ങനെ ചുറ്റുന്നില്ല. എന്നിട്ട് ഇവിടേക്ക്, ഇപ്പം ഈ ചെടിക്കാണെങ്കിൽ
ഇതിനോട് ചേർത്തിട്ട് ഇവിടെ കൊടുക്കും. അപ്പോൾ അവരിതേ ഇതിലേക്കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ അവരതിലേ അങ്ങ് കയറിപ്പോക്കോളൂ കേട്ടോ. ഇവർക്ക് 2 പേർക്കൂടെ കയറിപ്പോകാനുള്ള അത്ര സൗകര്യം ഇതിനുണ്ടേ. അങ്ങനെ കയറി ഈ വലയിലെത്തിക്കഴിയുമ്പോൾ വലയക്കിടെ പടരും. ഇതുണ്ടോ ഒരെണ്ണം പാവയ്ക്ക ഇങ്ങനെ മാത്രം ഉണ്ടാകത്തുള്ളൂ. ഇത് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടോ, അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ടോ, അതെല്ലാം നീളിച്ച ഒരു ഇനമാണ്. എന്നാൽ അതേ അതിൻ്റെ അപ്പുറത്തുണ്ടായിരിക്കുന്ന കണ്ടോ ചെറിയ ചെറിയ പാവയ്ക്കകളാണ്. അത് വലിപ്പം കുറഞ്ഞ ഇനം പാവയ്ക്കയാണ്. അതേസമയം ചിലതൊക്കെ നീണ്ട ഇനം പാവയ്ക്കകളാണ്. ഇപ്പോൾ ഇത് എവിടെ കിടക്കുന്ന ഈ പാവലിൻ്റെ വള്ളിയൊക്കെ വലിച്ച് കളയാറായി. ശരിക്കും പറഞ്ഞാൽ ദേ ഇതൊന്ന് വിളവെടുത്തിട്ട് ചെയ്യാം എന്നോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാവലിന് ഇത് അടതാപ്പ്, എയർ പൊട്ടറ്റോ എന്ന് പറയും. അടതാപ്പ് എന്ന് പറഞ്ഞ സാധനം ഇതേ കണ്ടോ കുത്തിക്കിഴിച്ചിരിക്കുന്നുണ്ടോ. പിന്നെ നമുക്കതങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി സാധാരണ ഉരുളക്കിഴങ്ങിനെ പോലെ. ഇത് പുഴുങ്ങി തിന്നുകയോ കറി വെക്കുകയോ നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കത്തില്ലേ അതുപോലെ എല്ലാ ആവശ്യത്തിനും ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല വെയിറ്റ് വന്നു കണ്ടോ, 1/2 കിലോയിലും കാണും. അപ്പോൾ ഇതിനെ ഞാനിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് കാണിക്കാവേ. ഇത് നമ്മൾ ചിലവ് കുറച്ച് കായ്ച്ചക്കണി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നതാണേ. 5 രൂപയുള്ളൂ ഈ കുപ്പിയുടെ വില കേട്ടോ. അതിനകത്തിടുന്ന സാധനത്തിന് മറ്റേ പാത്രം മേടിച്ചാലും ഈ പാത്രം മേടിച്ചാലും ഒരേ വിലയാണ്. അതുപോലെ മറ്റേ പാത്രം മേടിക്കണമെങ്കിൽ ഞാനിവിടെ എപ്പോഴും മഞ്ഞ നിറത്തിൽ വലിയ പാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആ വലിയ പാത്രത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 200 രൂപയ്ക്ക് അടുത്തോ അതിന് മേളിലോ വരും. അത് കിടന്നാലും ഇതുപോലെയാണ്. ഞാൻ ഈ പ്ലാസ്റ്റിക് വള്ളിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. മഴയും വെയിലും സ്ഥിരമായിട്ട് അടിക്കുമ്പോൾ അത് പപ്പടം പോലെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാനോർത്ത് ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് 5 രൂപയിലേ നഷ്ടമുള്ളൂ, ഒരു കുപ്പിയും കൂടെ 5 രൂപയ്ക്ക് മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് മാറിയത്. അപ്പം എൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ കായ്കളൊന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കും ഈ സൈഡിൽ കായ്ച്ച കുറവാണ്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇട്ടതാണ്. ഇതിനകത്ത് ദേ ഒരെണ്ണം വന്ന് വീണിട്ടുണ്ട് കേട്ടോ. അവിടെ ആദ്യം നമ്മളിവിടെ കാണിച്ചപ്പം ഞാൻ കായ്ച്ചക്കണി ഇട്ടത് അവിടെയാണേ. കണ്ടോ അതിനകത്തൊരു 10 കായ്ച്ചെങ്കിലും വന്ന് വീണിട്ടുണ്ട്. കാണാവോ? നമ്മളിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നട്ട വെയിലായിട്ടുണ്ടേ. മഴക്കാലം കഴിഞ്ഞേച്ച് വരുന്ന ആദ്യത്തെ വെയിലും രണ്ടാമത്തെ വെയിലും ഒന്നും ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. കത്തുന്ന വെയിലാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കൃഷി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.